ഒരു പുതിയ ഓണക്കാലം കൂടി വരവായി. ഐശ്വര്യത്തിൻ്റെ ദീപനാളം തെളിയിച്ചുകൊണ്ട് നമുക്ക് തുടക്കം കുറിക്കാം. ഇന്ന് അത്തമൊന്ന്. മലയാളി മനസ്സുകളിൽ പൂക്കാലം ഇന്ന് തുടങ്ങുകയാണ്. പണ്ടൊക്കെ നമ്മൾ വീട് വൃത്തിയാക്കി ശുദ്ധം ചെയ്ത് ചേട്ടാ ഭഗവതിയെല്ലാം ഓടിച്ചു വിട്ടതിന് ശേഷം തറയെല്ലാം മെഴുകി വൃത്തിയാക്കി ചാണകം തളിച്ച് മണ്ണ് മെഴുകി അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം വൈകിട്ടേ പൂ പറിക്കാൻ പോകും. തുമ്പയും തുളസിയും അങ്ങനെ കാക്കപ്പൂവും അങ്ങനെയുള്ള പൂക്കളെല്ലാം പറിക്കാൻ പോകും. പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പൂക്കളുള്ളത് കൊണ്ട് ഏത് പൂ ഇടണമെന്നാണ് കൺഫ്യൂഷൻ. ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു നല്ലൊരു വെള്ളത്താമര വിരിഞ്ഞ് നിൽപ്പുണ്ട്, താമര നടുക്ക് വെച്ചാലോ. താമര കഴിഞ്ഞങ്ങോട്ട് നീങ്ങിയപ്പോഴാണെങ്കിൽ നല്ല റോസാപ്പൂ, റോസും നല്ല കടും ചുമപ്പും അതുപോലെ വെള്ളയും പനിനീർ റോസും ഒക്കെ നിൽക്കുന്നത്. ഞാൻ വിചാരിച്ച് എന്ത് നടുക്ക് വെക്കും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്പരത്തിയാണ്. എന്നാൽ പിന്നെ എൻ്റെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കാം, ചെമ്പരത്തി തന്നെ നടുക്ക് വെക്കാം. എന്നാൽ പിന്നെ സാധാ ചെമ്പരത്തി വെക്കേണ്ട, നമ്മുടെ വീട്ടിലുള്ളൊരു ബഡ് ചെമ്പരത്തി തന്നെ വെക്കാമെന്ന് വിചാരിച്ച് അത് എനിക്കിഷ്ടമുള്ള നിറം ചുമപ്പാണ്. എന്നാൽ ചുമപ്പ് ചേരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെമ്പരത്തിപ്പൂ തന്നെ നടുക്ക് വെക്കാമെന്ന് വിചാരിച്ച് ഒരു ചെമ്പരത്തിപ്പൂ പറിച്ചു. പിന്നെ ബന്ദിപ്പൂ ആട്ടോ പറിച്ചേ. ബന്ദിപ്പൂ ഇല്ലാതെ എന്ത് വേണം, എല്ലാവരും കടയിൽ നിന്ന് വാങ്ങിച്ചേ അത്തം ഇടത്തുള്ളൂ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പൂ വെച്ച് അത്തം ഇടുമ്പം അതിനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിനി എത്ര വില കൊടുത്ത് കടയിൽ നിന്ന് പൂ വാങ്ങിച്ച് അത്തപ്പൂ ഇട്ടെന്ന് പറഞ്ഞാലും സ്വന്തം വീട്ടിലെ പൂക്കളിൽ നിന്നിടുമ്പം അതിനല്ലേലും ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പം ഞാൻ ഇന്ന് എടുത്ത പൂക്കൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടായ പൂക്കൾ മാത്രമാണ്. ചെമ്പരത്തിപ്പൂ, അതുപോലെ ബന്ദിപ്പൂ, പിന്നെ നമ്മൾ മന്ദാരം, 4 മണിപ്പൂവ്, പിന്നെ വേറൊരു ചെമ്പരത്തിപ്പൂ. സത്യം പറഞ്ഞാൽ അത്തത്തിൻ്റെ അന്ന് എല്ലാ കളറ് പൂവ് ഇടല്ലെന്ന് ഒരു നിയമമൊക്കെ ഉള്ളതാ. പക്ഷേ ഇന്ന് ഇത്രയും പൂക്കൾ കണ്ടപ്പം ഞാനങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് അത്തത്തിൻ്റെ വലുപ്പവും കൂടും. അതുപോലെ ഓരോ ദിവസം ഇന്ന കളർ ആഡ് ചെയ്താണ് വരേണ്ടത്. പക്ഷെ ഞാനതൊന്നും നോക്കിയില്ല, പൂക്കൾ കണ്ടപ്പോൾ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. നിബന്ധനകൾ പാലിക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു.